ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതിപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. സോ രാവിലെ എണീച്ച് ചായ കുടിക്കണു. സോ ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം കഴിഞ്ഞ് കണ്ണാടിയിൽ കുറച്ച് നേരം ഭംഗിയൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒന്ന് കണ്ണാടി നോക്കി നിന്ന് അത് കഴിഞ്ഞ് താഴെ വന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് കണ്ണന് ഫുഡ് കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ് ലാസ്റ്റ് എത്തിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ വന്നത്. അപ്പം ഞാൻ അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. സോ ഏകദേശം അവൻ കഴിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവൻ പിന്നെ വാങ്ങിക്കാത്ത അങ്ങനെ പിന്നെ നിർത്തി. അതിന് ശേഷം കണ്ണൻ്റെ ഒപ്പം കുറേ കളിച്ചു. അതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ്റെ ഒപ്പം കുറച്ച് നേരം അവൻ മേലെ കയറുന്നു, താഴെ വരുന്നു. അങ്ങനെ കുറേ നേരം അവൻ്റെ ഒപ്പമൊക്കെ കളിച്ച് അങ്ങനെ കുറേ സമയം പോയി. അതിനുശേഷം അവനാണെങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ വെറുതെ ഇരിക്കുന്നില്ല. അവൻ പുറത്ത് പോകണം പറഞ്ഞിട്ട് പറയുക. അപ്പം ഞാനും അവനും കൂടി പുറത്ത് പോകാൻ നിൽക്കണം. അപ്പോൾ അമ്മ വെളിയിലിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. കണ്ണൻ ബായ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. അവൻ എൻ്റെ മാലയൊക്കെ എടുത്തിട്ട് നല്ല വെയിലുമാണ്. പക്ഷെ ഞാനും അവനും കൂടി ഇങ്ങനെ പുറത്തിറങ്ങി. പിന്നെ എൻ്റെ ചെറിയച്ഛനാണ്. അപ്പോൾ എൻ്റെ ചെറിയച്ഛൻ്റെ ഒപ്പം ചെറിയച്ഛന്മാർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചെറിയച്ഛൻ അങ്ങനെ പോയി. അവരിപ്പോൾ കുറച്ച് നേരം കളിച്ചു. അതിന് ശേഷം അവൻ്റെ ഇങ്ങനെ ഓരോന്ന് കാർഡ്സ് അതിനുള്ളിട്ട് നെയിംസ് ഇങ്ങനെ പറയുന്നതും സൗണ്ട് ഉണ്ടാക്കണം, അങ്ങനത്തെ ഇതിലവൻ കുറേ നേരം കളിച്ചു. അപ്പോൾ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെയും പിന്നെ എൻ്റെ കൂടെയും അവൻ കളിച്ച് കുറേ നേരം ഇരുന്നു. കുറേ വലിച്ചിട്ട് താഴെ ഇട്ടു. നല്ല കുറുമ്പനാണ്. സോ പിന്നെ അങ്ങനെ അമ്മമ്മയുടെ കുറേ നേരം അവൻ കളിച്ചുകൊണ്ടിരുന്ന്. പിന്നെ വൈകുന്നേരം അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണൊക്കെ എനിക്ക് ഇടാനും എടുക്കാനും ആയിട്ട് മറന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോൺ ഇങ്ങനെ നോക്കി നിന്നു. ഇപ്പോൾ ഭീകര എൻ്റെ അമ്മ അപ്പുറത്ത് നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ പിന്നെ അതിന് ശേഷം എനിക്ക് കുക്കിങ്ങിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ആയി. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കാണുന്നുള്ള അവരുടെ ചേച്ചിക്ക് അമ്മ എന്നെ കളിയാക്കുമായിരുന്നു. അവർ പിന്നെ ഫുള്ള് പുച്ഛമാണ് ഞാൻ ചെയ്യുന്നതിന്. പക്ഷെ കാര്യമില്ല, നമ്മൾ അതിലും ഡിപ്രസ്ഡ് ആവില്ല. ഞാൻ കാണില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചറുമുറി ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാന്. അത് കഴിഞ്ഞ് ഉള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞു. കുറച്ച് ഉള്ളി മുറിച്ച് അമ്മയും നോക്കുന്നുണ്ട്. ഇപ്പം അമ്മയും ചേച്ചിയായി കളിയാക്കൽ. അങ്ങനെ കളിയാക്കി ലാസ്റ്റ് ഞാൻ ചറുമുറയെ ഉണ്ടാക്കി കൊരിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇത് രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചിട്ടിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇത്. പിന്നെ അതിന് ശേഷം പിന്നെയും ഞാൻ സ്വീറ്റ് എന്തോ ഉണ്ടായി, കസ്റ്റർഡോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് കസ്റ്റർഡോ എന്തൊക്കെയോ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം വൈകുന്നേരമായി. എൻ്റെ കസിൻസ് എല്ലാവരും ലീവ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുട്ടീനെയും ഒക്കെ വിളിച്ച് ഞങ്ങൾ നടക്കാനായിട്ട് പോയി. എൻ്റെ വീടിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഫുൾ കണ്ടം പാടവും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂവിന് ഒരു ഇൻ്റർവ്യൂ അല്ല, ഒരു ഓൺ വോയിസ് ആയിട്ടുള്ള സെൽഫി വീഡിയോ ആയിട്ട് അയക്കാൻ പറഞ്ഞു. സോ ഞാനത് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ അതിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു പോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആലോചിച്ച് ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതെനിക്കേ അറിയില്ല. സോ അതൊക്കെയാണ്. അയ്യോ, ഇത് കഴിയണമില്ല. അങ്ങനെയൊക്കെ. പിന്നെ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടക്കാൻ പോയിട്ട് ഉണ്ണിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ പിന്നെ കണ്ണനും അവളും കൂടി ഒരേ കളിയായി. അങ്ങനെ കളിച്ച് പിന്നെ നല്ല വ്യൂ ആയിരുന്നു. എനിക്ക് വ്യൂ കണ്ട് നിൽക്കാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇപ്പം വൈകുന്നേരമായ സാറ്റർഡേ സൺഡേ ഞങ്ങൾ നടക്കാൻ പോകും, എല്ലാവരും ഉണ്ടെങ്കിൽ. പിന്നെ രാത്രിയായി. പിന്നെ ടൈമായിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. കണ്ണനൊക്കെ കുളിച്ചു. പിന്നെ കണ്ണ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബെഡിൽ. സോഫയിൽ ഇങ്ങനെ കയറി നടക്കുക, അങ്ങനത്തെയൊക്കെയാണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്.